السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ويعلمكم الله. صدق الله مولانا النبي العظيم. ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഒന്നിരായ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ സെക്രട്ടറി കൂടിയായ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻറ്റ് മൂസക്കുട്ടി ഹസരത്ത്, അതിൻ്റെ സെക്രട്ടറി ഉസ്താദ് എം ടി അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന അതിൻ്റെ മുഷാവറ അംഗങ്ങൾ, വിദ്യാഭ്യാസ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘ മോമിനിങ്ങൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല പ്രാവശ്യം എന്നോട് വന്ന് പറഞ്ഞതിപ്പോൾ ഞാനത് സ്വീകരിച്ചു. പക്ഷേ അവരൊരു ഉപാധി അന്ന് എന്നോട് പറയലുണ്ട്, ഇവിടെ നല്ലൊരു ദീനീ സ്ഥാപനം ഉണ്ടാവണം. അപ്പോൾ അതിന് കുറേ പ്രതിസന്ധികളൊക്കെ ഇടക്കാലത്ത് വെച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല നിയ്യത്തുകൊണ്ട് ഇവിടെ തന്നെ അത് തുടങ്ങാനും അതിന് ഒരു സുന്ദരമായ ഒരു ബിൽഡിങ് നിർമ്മിക്കപ്പെടാനൊക്കെ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ചെയ്ത ഈ ദാനം ഇതിന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് കാരണമായി അവർക്കും അവരുടെ കുടുംബത്തിനും അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മറ്റൊന്ന്, ഇവിടെ ആവശ്യമായ വെള്ളം പോലാത്ത മറ്റ് സംഗതികൾ ചെയ്തു തന്ന ജമാൽ സാഹിബ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിനെയും ബർക്കത്തിനെയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഇതിൻ്റെ നിർമ്മാണത്തിന് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഇവിടെ നടത്തപ്പെടുന്നതായ ഈ ദീനീ സ്ഥാപനം അതെ, കോൺട്രാക്ടർ ജാഫർ, അങ്ങനെ പല ആളുകളും ഇതിന് ജാഫർ വെറുതെ വെച്ചതല്ല. അത് ഇത് ഞാൻ ആദ്യം ഫ്രീ തന്നവരെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. ഇനി പിന്നെ നമ്മൾ പൈസ കൊടുത്ത് തീർപ്പിച്ച എല്ലാവർക്കും വേണ്ടി നമ്മൾ പിന്നെ പറയും, അവസാനം ദുആ ചെയ്യും. അത് ഞാൻ മറന്നതല്ല ഒന്നും, എനിക്കറിയാം. ആദ്യം പോയി ആദ്യം പറയാതെക്കാൻ പറ്റില്ലല്ലോ. അയാൾ ഫ്രീ തന്നു. ജമാലിനെ പറയാതെക്കാൻ പറ്റില്ല, വിദ്യാഭ്യാസ ബോർഡിനെ പറയാതെക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പണമാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ നിർമ്മിച്ച ജാഫറിനെ പറ്റിയും പറയും. അപ്പോൾ ഏതായാലും അല്ലാഹു ഇതൊക്കെ കബൂൾ ചെയ്യട്ടെ. ബഹുമാനമുള്ളവരെ, വളരെ ഒരു ബഹുമാനപ്പെട്ട എം ഡി സാദും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ എതിർക്കണ വിഭാഗത്തിലൊന്നുമല്ല. എല്ലാ വിദ്യാഭ്യാസവും വേണമല്ലോ. ശരീഅത്തിനോട് എതിരല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും, ആ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നാണ് സമസ്ത കേരളങ്ങളാണ് നമുക്കുള്ളത്. ഫദീല അതിൻ്റെ ഒരു ഭാഗമാണ്. അൽബിർ മറ്റൊന്നാണ്, SNEC മറ്റൊന്നാണ്. അങ്ങനെ പല മേഖലയിലും പിന്നെ നമ്മളെ സ്ഥാപനങ്ങൾ ഒരുപാട് അറബി കോളേജുകൾ, ഒരുപാട് പള്ളി ദർസുകൾ, ഇവിടെയൊക്കെ പല സിലബസുകളിലായിട്ട് രണ്ടു വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിനെയോ എതിർക്കണ അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനോ എതിർക്കണ ഒരു വിഭാഗമല്ല സമസ്ത. മഹാന്മാരാവുന്ന മഹതികളാവുന്ന സഹാബിയാത്താവുന്ന ബീവിമാർ, അവരെ പറ്റിയൊക്കെ നമുക്കറിയാലോ. അവരൊക്കെ വലിയ പണ്ഡിതകൾ അവരുടെ കൂട്ടത്തിലുണ്ടായി, വലിയ പണ്ഡിതകൾ അവരുടെ കൂട്ടത്തിലുണ്ടായി. സഹാബികളിൽ നിന്നുള്ള പലരും പല സംശയ നിവാരണത്തിനും മറ്റൊക്കെ അവരെ സമീപിച്ചിരുന്നു. അപ്പോൾ പണ്ഡിതകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് അത് ആവശ്യം തന്നെയാണ്. പക്ഷേ പണ്ഡിതകൾ ഇവിടെ വളർന്നു വരുമ്പോൾ അതിനക്ക് ഇസ്ലാമികമാവുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പൂർണ്ണമായും കൊണ്ട് അത് സ്വീകരിച്ചു കൊണ്ടാവണം.
അതാണ് ആവശ്യം. അത് പണ്ഡിതന്മാരാണെങ്കിലും പണ്ഡിതകളാണെങ്കിലും ഒക്കെ അത് വിശുദ്ധമാവുന്ന ദീൻ അതെനിക്ക് വളരെ വ്യക്തമായ നിലയ്ക്ക് പ്രഖ്യാപിച്ച ചില അതിവരമ്പുകൾ. അതല്ലാത്ത നിലയ്ക്ക് ഇവിടെ അറിവുകൾ സമ്പാദിക്കപ്പെട്ടാൽ ചിലപ്പോൾ അത് അപകടമായി. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു പദ്യം മൂപ്പർ കേട്ടു. ഒരു സ്ത്രീയാണ് പാടുന്നത്. അൽമിൻ സബീലിൻ ഇല ഖംരിൻ ഫ അഷ്റബുഹ അൽമിൻ സബീലിൻ ഇല നസ്രി ബിൻ ഹജ്ജാജിൻ. കള്ളു പിടിക്കാൻ വല്ല മാർഗമുണ്ടോ? നസ്ർ ബിൻ ഹജ്ജാജിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ വല്ല മാർഗമുണ്ടോ? എന്നിട്ട് ആ നസ്ർ ബിൻ ഹജ്ജാജിനെ വർണ്ണിച്ചുകൊണ്ട് പാടി ഇലാ ഫത്തൻ മാജിദിൽ അഹ്റാഖി മുഖ്തബിരും സഹിദിൽ മുഹയ്യ കരീം എന്ന് പറഞ്ഞിട്ട് അയാളെ സംബന്ധിച്ച് കുറേ വർണ്ണനകൾ ഈ പെണ്ണ് പാടി. ഉമർ ബിൻ ഖത്താബ് ഈ പാട്ട് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് പിറ്റേന്ന് രാവിലെ മൂപ്പരെ സൈന്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരോടോ ഈ നസ്ർ ബിൻ ഹജ്ജാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവനെവിടെ കൊണ്ടുവരണം. നസ്ർ ബിൻ ഹജ്ജാജിനെ ഉമർ ബിൻ ഖത്താബിൻ്റെ സദസ്സിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ ഇവൻ വളരെ സുന്ദരനായിരുന്നു. ഇയാൾ ഈ നസ്ർ ബിൻ ഹജ്ജാജ് എന്ന് വളരെ സൗന്ദര്യമുള്ള ആൾ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിനോട് തല ഒന്ന് മുണ്ടനം ചെയ്തു വെക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളെ സൗന്ദര്യം പിന്നെയും വർദ്ധിച്ചിരിക്കുകയാണ്. തലയിക്കെട്ട് കെട്ടാൻ പറഞ്ഞു, അപ്പോൾ സൗന്ദര്യം പിന്നെയും വർദ്ധിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഇയ്യും ഞാനിവിടെ ഈ നാട്ടിൽ ശരിയാവില്ല, നിന്നെക്കൊണ്ട് ഇവിടുത്തെ സ്ത്രീകളൊക്കെ എന്താവുന്നുണ്ട്, അവർ ഫിത്തനയിൽ സംഭവിച്ചുകൊണ്ട് നിന്നെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടൊക്കെ പല പെണ്ണുങ്ങളും പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ നാട് കടത്തുക എന്ന് പറഞ്ഞ് മൂപ്പര് ദിമിഷ്കിലേക്ക് നാട് കടത്തി ഉമർ ബിൻ ഖത്താബ്. ദിമിഷ്കിൽ ചെന്നപ്പോൾ ഇവർക്ക് അഭയം കൊടുത്തു. മജാശി എന്ന് പറഞ്ഞ ഒരാൾ അയാളെ വീട്ടിൽ അഭയം കൊടുത്തു. അവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ മജാശി ഒട്ടകത്തിനെ കറക്കുകയാണ്. അപ്പോൾ മജാശിയും ഇയാളെ ഭാര്യയും ഈ നാട് കടത്തപ്പെട്ട നസ്ർ ബിൻ ഹജ്ജാജ് മൂന്നാളും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേ എന്തോ ഒന്ന് എഴുതി ഇയാളെ ഭാര്യ ആ മണലിൽ. കാരണം അവൾക്ക് എഴുത്തറിയാം, എഴുത്ത് പഠിപ്പിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു, എഴുത്ത് പഠിപ്പിക്കണം. പക്ഷേ അതിൻ്റെ മാനദണ്ഡത്തിൽ കൂടി ആവണം എന്നാണ് പറയേണ്ടത്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാവണം. അപ്പോൾ അവളെ എഴുത്ത് പഠിച്ചിരും. അവളവിടെ എഴുതി. പിന്നെ അതിന് മറുപടിയായി കൊണ്ട് ഈ മനുഷ്യൻ എഴുതി പിന്നെ നസ്ർ ബിൻ ഹജ്ജാജ് എഴുതി. അപ്പോൾ ഈ പുരക്കാരൻ ചോദിച്ചു, പാല് കറക്കനാളുണ്ടല്ലോ, എന്താ ഇപ്പോൾ വല്ല രണ്ടാളും എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ കൂളായിട്ട് മറുപടി പറഞ്ഞു, ഇയാൾ ഈ ഒട്ടകത്തിൽ എത്ര പാലുണ്ടാവും എന്നാണ് ചോദിച്ചത്, അതിൻ്റെ മറുപടി ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനല്ല ആദ്യം എഴുതേണ്ടത്, ഇത് ആദ്യം എഴുതിയത് ഇയാളോ, പിന്നെ അവനതിന് മറുപടി. അപ്പം ഇതല്ല എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് ഇയാൾക്ക് എഴുത്തറിയില്ല, വായന അറിയില്ല, ഒന്നും അറിയില്ല. ഇയാൾ ആ എഴുത്തുമ്മലുണ്ടാക്കി വെള്ളം കുഴഞ്ഞു, അത് പൊത്തി വെച്ചു. കാറ്റ് വന്ന് മണൽ വന്ന് മൂടാതിരിക്കാൻ വേണ്ടി എഴുത്താറിനെ വിളിപ്പിച്ചു കൊടുത്തപ്പോൾ ഇവൾ എഴുതിയത് ഇന്നി ഉഹൈബുക്കാന്നാണ്, നിങ്ങളോട് എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പം ഇവനതിന് മറുപടി എഴുതിയതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് മറ്റേ ആൾ മറുപടി എഴുതിയത്. അപ്പോൾ ഇതാണ് എഴുത്ത് പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പണ്ഡിതകൾ ഇവിടെ ഉണ്ടാവണം. ഈ പണ്ഡിതകളൊക്കെ ഒത്തക്കുള്ള അല്ലിബക്കുള്ള അമ്പിയാക്കന്മാരുടെ ഇർഫാണ് ഇൽമ് എന്നുള്ളത്. അത് അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ കൈവശപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഇനി ഒരു നബി പടട്ടുണ്ടാവില്ല. പിന്നെ അവരിൽ നിന്ന് നമ്മൾ സമ്പാദിക്കേണ്ടത് വിലായത്താണ്. അതാണ് ഏത് നുബുവത്ത് എടുത്ത് നോക്കിയാലും അതിൻ്റെ ബാത്തിലൊക്കെ വിലായത്താണെന്ന് പറയലുണ്ട്. കാരണം അപ്പോൾ വിലായത്തിന് അമ്പിയാക്കന്മാരിൽ നിന്ന് സമ്പാദിച്ച് ആ സമ്പാദിക്കുന്ന പണ്ഡിതന്മാരൊക്കെയാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. മറ്റുള്ള എല്ലാ വിവരങ്ങളും പഠിക്കുന്നതിനോട് കൂടെ തന്നെ ശറയിനോട് എതിരല്ലാത്ത സംഗതികളൊക്കെ പഠിച്ചു ശറയ്യാവുന്നതായ ഉലൂമിനെ ദഅവത്ത് ചെയ്യാൻ ആവശ്യമാവുന്നതിൻ്റെ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. പക്ഷേ അപ്പോഴൊക്കെ അടിസ്ഥാനപരമായി തഖ്വ നമുക്കുണ്ടാവണം. അപ്പോൾ വളരെ തഖ്വയുള്ളതായ ഇസ്തിഖാമത്തിൻ്റെ മേലിൽ നിലനിൽക്കണ ഇസ്തിഖാമത്തുള്ള, ഇവിടെ എം ടി സാഹിബ് സൂചിപ്പിച്ചല്ലോ, ഒരു പെണ്ണ് നന്നായാൽ ആ കുടുംബിനിയാണ്. അവൾ നന്നാവുമ്പോൾ കുടുംബം നന്നാവും, കുടുംബം നന്നാവുമ്പോൾ സമുദായം നന്നാവും. അതൊക്കെ ഒരു ശരിയാണത്. പക്ഷെ ഇത് നന്നാവണം. അത് നന്നായാൽ ആണല്ലോ റസൂലുള്ള പെണ്ണിനെ പറ്റി പ്രത്യേകം, ഉമ്മാനെ പറ്റി പ്രത്യേകം പറഞ്ഞു. എന്താ കാരണം? ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം കുട്ടീൻ്റെ
ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പ്രത്യേകം ഉമ്മ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഉമ്മാൻ്റെ സ്വഭാവമായിരിക്കും കുട്ടിക്കുണ്ടാവുക, ഉമ്മാൻ്റെ ഭാഷയായിരിക്കും കുട്ടി സംസാരിക്കുക. അപ്പോൾ ഉമ്മക്ക് ഈ കുട്ടീനെ നന്നാക്കുന്നതിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റും. അപ്പോൾ ഉമ്മനെ പറ്റി കുറേ ഉമ്മുക്ക എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് സുമ്മമ്മനെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത് സുമ്മ അബൂക്ക എന്ന് പറഞ്ഞാൽ ബാപ്പാക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടവളാണ്. ഉമ്മാനെപ്പോലെ തന്നെ വാപ്പി ശ്രദ്ധിക്കണം. അപ്പോൾ വാപ്പി ഉമ്മയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഒരു കുടുംബജീവിതത്തിൽ കുട്ടികളെ നന്നാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ബാപ്പാക്കും അറിവ് വേണം, ഉമ്മാക്കും അറിവ് വേണം. അപ്പോൾ ഉമ്മകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരിവിടെ മദ്രസയിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാമെന്നൊന്നും അല്ല ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവർക്ക് അതിന് പറ്റുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് മാലിന്യമാത്തുകളായിട്ടൊക്കെ ജോലി ചെയ്യുക, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ. അതല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ കുടുംബം നന്നാവണം, രാജ്യം നന്നാവണം, അതിനാവശ്യമാവുന്ന ഒരു ഇൽമുകൾക്ക് ഉണ്ടാവണം. ആ ഇൽമുണ്ടാവുന്നതിന് കൂടെ തന്നെ അത് മഹാന്മാരാവുന്ന അമ്പിക്കന്മാരിലേക്ക് ചെന്ന് മുട്ടുന്ന ഇൽമ കൂടി വേണം. അപ്പോൾ ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിൻ്റെ പിന്നാലെ കൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ വളരെയധികം ഇതിനെ സംബന്ധിച്ച്, കാരണം ഇത് സ്ത്രീകളെ സ്ഥാപനങ്ങളാവുമ്പോൾ ഒരിക്കലും നമുക്കൊരു ദുഷ്പേര് ദിവന്നുണ്ടാവാൻ പാടുള്ളതല്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മളെല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ചെയ്യേണ്ടത്. അവർ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ കയ്യിൽ ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരുന്നത് പളുങ്ക് പാത്രങ്ങളാണ് ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞത്. അതൊരിക്കലും വീഴാനോ അത് ഉടയാനോ പാടുള്ളതല്ല. അതിന്മേൽ ആരെയും കല്ലെടുത്ത് എറിയാൻ പാടില്ല, അത് വീണ് നശിക്കാൻ പാടില്ല. ആ നിലക്കുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഇതിൻ്റെ സംഘാടകർ മനസ്സിലാക്കണം. സമസ്തയുടെ ജമിയത്തുൽ ഉലമ നടത്തുന്നതിന് അത് ശരിയാണ്. പക്ഷേ ഓരോ പ്രദേശത്തും ഇതിൽ കമ്മിറ്റികളും നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കപ്പെട്ടുള്ളത്. ഒന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സിലബസ്, ഒരു കോഴ്സാണ് ഇവിടെ നടത്തപ്പെടുന്നത്. രണ്ടാമത്, ഞങ്ങളിത് ഏറ്റെടുത്തപ്പോൾ ഇത് എപ്പോഴും ദീനിയാവുന്നതായ സ്വഭാവങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതിപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആണുങ്ങളാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരും സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലും മറ്റൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയല്ലേ, ഒരു സ്ത്രീനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ആകർഷിക്കും. അത് എത്ര പ്രായമുള്ളവനൊക്കെയാണെങ്കിലും അങ്ങോട്ട് ആകർഷണം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങോട്ടും ആകർഷിക്കാം. ചിലപ്പോൾ തമാശകളൊക്കെ പറഞ്ഞാൽ തമാശ ചിലപ്പോൾ വേറെ വേണ്ടാത്ത തരത്തിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധ്യതകളുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ഡിതന്മാരും ബന്ധപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയൊരു ഉത്തരവാദിത്തം. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഈ വിഷയം വന്നപ്പോൾ ഫളീല പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു കോഴ്സ് ഒരു ദിവസം കൂടെ തീരുമാനിച്ചല്ലത്. ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു, സ്വന്തമായി ഉസ്താദന്മാർ ആലോചിച്ചു, മുഷാവറയിൽ പ്രത്യേകം ആലോചിച്ചു. എന്നിട്ടാണ് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളതെന്ന്. കാരണം ഇതൊരു തമാശയായ ഒരു സംഗതിയല്ല. ഇത് നമുക്ക് കുട്ടികൾക്ക് ആരുമായിട്ട് സംസാരിക്കാനും അവരെ സ്വാതന്ത്ര്യം ഒക്കെ അവർക്കുണ്ട്. പെണ്ണുകുട്ടികൾ സ്വാതന്ത്ര്യം നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം നൽകപ്പെടുമ്പോൾ അത് അവരുടെ സുരക്ഷിതത്വനോ അല്ലെങ്കിൽ അവരുടെ മാന്യതക്കൊന്നും ഒരിക്കലും തകരാറ് സംഭവിക്കാനും പാടില്ല. ഇതേ നമ്മൾ പറഞ്ഞുള്ളൂ. സ്ത്രീയെ സംബന്ധിച്ച് ചില മേഖലയിൽ ഇത് ഇസ്ലാം ഒഴിച്ചു നിർത്തി. അത് വലിയ പ്രശ്നമായിട്ടാണ് ചിലർ പറഞ്ഞത്. എന്തിനാ ഒഴിച്ചു നിർത്തിയത്? സ്ത്രീൻ്റെ സുരക്ഷിതത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്, സ്ത്രീൻ്റെ മാന്യത പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്ത്രീക്ക് ഒരിക്കലും മാന്യതയ്ക്ക് തകരാറുണ്ടാവുന്ന ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടല്ലേ സ്ത്രീകൾ പള്ളിയിൽ കയറി നബി നിരോധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. റസൂൽ നിരോധിച്ചു. വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചത്. ആ ഒറ്റയടിക്ക് പെണ്ണേനി പോകരുത് എന്നല്ല പറഞ്ഞത്. അവളെ ഇന്ന് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് എന്തായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചത്. അപ്പോൾ എപ്പോഴും പെണ്ണിൻ്റെ മാന്യതക്കോ അവളുടെ സംരക്ഷണത്തിനോ തകരാറ് സംഭവിക്കുന്ന ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് ഈ പെൺകുട്ടികളൊക്കെ പളുങ്കുപാത്രം പോലെ സൂക്ഷിച്ച് അത് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഈ സാധനത്തിനെ ഉടയാതെ അവർക്ക് തിരിച്ചു കൊടുക്കാനും കൂടി നമുക്ക് കഴിയണം. അപ്പോൾ ആ നിലക്കുള്ളൊരു ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ട്. ഇതൊക്കെ സമസ്തൻ്റെ പേരിൽ പിന്നെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയുടെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഉസ്താദന്മാരോ അതിൻ്റെ നേതാക്കന്മാരൊന്നും എപ്പോഴും ഇതിന് വയ്യാതെ നടക്കൂല. അപ്പോൾ ഇത് ഏറ്റെടുത്ത് ഇവിടെ നടത്തുന്നതായതിൻ്റെ മാനേജിങ് കമ്മിറ്റി അവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്
സമുദായത്തിനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനൊക്കെ ഒരു ഫോർലും ഏൽപ്പിക്കാത്ത നിലക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുക പെൺകുട്ടികളോട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ആ നിലക്ക് സ്ഥാപനത്തിനെ മുന്നോട്ട് നടത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് ഇതിനോട് ബന്ധപ്പെട്ട ഇതിൻ്റെ കമ്മിറ്റിക്കാരോട് പ്രത്യേകം പറയാനുള്ളത്. പിന്നെ ഉസ്താദ് ഇപ്പോൾ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കെട്ടിടം, ഇതിൻ്റെ പൂർണ്ണ ചെലവ് നമ്മൾ കൊടുത്തതന്നെ. പിന്നെ അങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ടവരൊക്കെ സഹകരിച്ചില്ല. കഴിയാത്തത് സമസ്തയുള്ള സമസ്തൻ്റെ അടുത്ത് വലിയ പൈസ ഒന്നും ആരും വിചാരിക്കണം. അങ്ങനത്തെ വലിയ പൈസ ഉള്ള കമ്പനിയൊന്നുമല്ല ഇപ്പം ഇത്. കാരണം ഉള്ള പൈസ ആണെങ്കിൽ എല്ലാവരും പലതും ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ പോവുകയുള്ളൂ. സഹായമായിട്ടും മറ്റതായിട്ടൊക്കെ അങ്ങനെ പലതും നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൈത്താങ്ങൾ കൂടി വലിയ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് എല്ലാ ആളുകളും. പിന്നെ നമ്മളെ വിദ്യാഭ്യാസ ബോർഡിന് മറ്റുള്ള വരുമാനങ്ങളും ഇതൊക്കെ പല പിരിവുകളൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നടത്തി കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ബിൽഡിങ്ങിന് വേണ്ട സമ്പത്തൊക്കെ, ഇതിന് വേണ്ട സാമ്പത്തിക ബാധ്യതകൾ മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ഏറ്റെടുത്താൽ സമസ്തക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് ഈ സ്ഥാപനം നടത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഉമറാക്കന്മാർ, അതായത് ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള പണ്ഡിതന്മാർ, നിങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു നല്ലൊരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തു. ആ കമ്മിറ്റീൻ്റെ നേതൃത്വത്തിലായിട്ട് നല്ലവർക്ക് ഇത് നടത്തിക്കൊണ്ടുപോകാം. പിന്നെ അതിന് നിങ്ങളെല്ലാവരും അത് അങ്ങനെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടാവണം ചെയ്യേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം, ഓരോരുത്തരും ശ്രദ്ധിക്കണം, ഓരോരുത്തരും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ ഒരു കളി ആയ ഒരു സംഗതി അല്ലാന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം. മറ്റൊന്ന്, ഇവിടെ ഈ സ്ഥാപനം ഇങ്ങനെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. 100ഓളം സ്ഥാപനങ്ങൾ നമ്മുടെ ഫൗദില നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ തന്നെ. അപ്പോൾ അതുപോലെ മറ്റ് നമ്മളെ പല സ്ഥാപനങ്ങളും നടത്തുന്ന പല സ്ത്രീ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. നമ്മളെ സംഘടനകൾ നടത്തുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട സംഘടനകൾ നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്ന ഇങ്ങനത്തെ പല കോഴ്സുകളും സ്ത്രീകൾക്കായിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല നിലയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഇവിടെ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പായി കൊണ്ടിട്ട് അതിൻ്റെ ദിവസങ്ങൾ ഡേറ്റൊക്കെ നിശ്ചയിച്ചിട്ടെങ്കിലും സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. സ്ഥലം അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായി കൊണ്ട് നടത്തപ്പെടാൻ കുറേ പ്രവർത്തികൾ നടത്തണം എന്നുള്ള ഒരു ദൃഢമായ ഒരു അജണ്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ദീനിയാവുന്ന പല സ്ഥാപനങ്ങളും സ്ഥാപിച്ച് അതിൻ്റെ ഒരു ഭാഗമാണ് തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിദ്യാഭ്യാസ പദ്ധതികളും പല സ്ഥാപനങ്ങളൊക്കെ. നമുക്കറിയാം, ബഹുമാനപ്പെട്ട MT ഉസ്താദ് അതിൻ്റെയും പ്രവർത്തനത്തിൽ അവിടേക്ക് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കേരളത്തിൻ്റെ പുറത്തൊക്കെ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നല്ല കർണാടകയിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ദീനിയായ സ്ഥാപനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ട പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഒരിക്കലും അത് പരാജയപ്പെടില്ല. അത് മഹാന്മാരാ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ജമാലിൻ്റെ ജീവിതത്തിലോ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ച ഇവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ഈ ഭാഗത്തുള്ള ഓരോ ഞാൻ ഒരാളെ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ അയാളെ പേരെടുത്ത് പറഞ്ഞെന്ന് പറയും. പിന്നെ അതൊരു വിഷയം. അപ്പോൾ ആരെ പേരും പറഞ്ഞില്ല. പറഞ്ഞ പല ആളുകളും എനിക്കറിയാം, പണ്ഡിതന്മാരും അല്ലാത്തവരാവുന്ന പലരും അവരൊക്കെ ഒരു കൂലിയില്ലാതെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള സേവനത്തിന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മളെ കോൺട്രാക്ടർ ജാഫർ സാഹിബ്, അവരും തന്നെ അവരുടെ അതൊരു സന്നദ്ധതയാണ്. ഇതിന് വേണ്ടിയുള്ള ഹിദ്മത്ത് എന്നുള്ളവർക്ക് ഇതിൻ്റെ പ്രവർത്തികളൊക്കെ പൂർത്തിയാക്കാനോ പലരും. ഞാനിപ്പോൾ അവരെ പേര് പറഞ്ഞാൽ അതിപ്പോൾ ഒരാളെ പേര് പറഞ്ഞാൽ പിന്നെ അത് അയാളെ പോലെയുള്ളവരെന്ന് വിചാരിച്ച് പറയണേ ഈ കാര്യം. പക്ഷേ അത് പിന്നെ എന്താവുന്ന ഇപ്പം അങ്ങനെയുള്ള അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആരും പേര് പറഞ്ഞില്ല, ആരൊക്കെയെന്നുള്ളത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ പണ്ഡിതന്മാർക്കും മറ്റുള്ള ആളുകൾക്കും എല്ലാവർക്കും അല്ലാഹു